നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം. സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ധ്യാദീപം. ഇന്ന് മഹാനവമി, ദുർഗാമാതാവ് സിദ്ധിദാത്രിയായി ആരാധിക്കപ്പെടുന്ന ദിനം. കേരളത്തിൽ ഇന്ന് ആയുധ പൂജയാണ്. വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവർ അവരുടെ പണി ആയുധങ്ങൾ ദേവിക്ക് മുൻപിൽ പൂജിക്കുന്ന ദിനം. വരും കാലങ്ങളിൽ നമ്മുടെ തൊഴിൽ മേഖല ഐശ്വര്യപൂർണമാക്കാൻ ഇത് സഹായിക്കുന്നു. പഴയ കാലത്ത് വായ്മൊഴിയായി പ്രചരിച്ച ചില പ്രാർത്ഥനാ ഗാനങ്ങളുണ്ട്. അവ പുതുതലമുറയ്ക്ക് അന്യമാണ്. എന്നാൽ നിരവധി പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതുമല്ലെങ്കിൽ ഈശ്വരനാമം താളാത്മകമായി ആവർത്തിച്ചാലും മതിയാകും പ്രാർത്ഥനയ്ക്ക്. ഏതായാലും പ്രാർത്ഥന മുടക്കേണ്ട സന്ധ്യാനാമത്തിലേക്ക് പോകാം. കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യ പൂർണ്ണേ കാത്തു കൊണ്ടിടുകൻ അംബികേ. കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യ പൂർണ്ണേ കാത്തുകൊണ്ടിടുകൻ അംബികേ. കാരുണ്യ പൂർണ്ണേ കാത്തു കൊണ്ടിടുകൻ അംബികേ. പല്ലവമൊത്തോരു പാദ പങ്കജേ വീഴുന്നോരെൻ്റെ പല്ലവമൊത്തോരു പാദ പങ്കജേ വീഴുന്നോരെൻ്റെ പല്ലവമൊത്തോരു പാദ പങ്കജേ വീഴുന്നോരെൻ്റെ സങ്കടങ്ങൾ കളഞ്ഞിനി നൽകീണമാനന്ദം ദേവി. കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യ പൂർണ്ണേ കാത്തു കൊണ്ടിടുകൻ അംബികേ. കാരുണ്യ പൂർണ്ണേ കാത്തുകൊണ്ടിടുകൻ അംബികേ. ആർത്തിയെല്ലാം കളഞ്ഞിടുവാൻ ഉൾത്താരടിയിൽ ഭക്തിയോടെ നിത്യം തൊഴുന്നു. ആർത്തിയെല്ലാം കളഞ്ഞിടുവാൻ പൊൽത്താരടിയിൽ ഭക്തിയോടെ നിത്യം പൊൽത്താരടിയിൽ ഭക്തിയോടെ നിത്യം തൊഴുന്നീ. പങ്കമെല്ലാം കളഞ്ഞീനി പങ്കജാക്കിനി വൈകാതെ. പങ്കമെല്ലാം കളഞ്ഞിനി പങ്കജാക്ഷി വൈകാതെ. പങ്കജ് ചേർത്തിട വേണം പങ്കജ് ചേർത്തിട വേണം പങ്കജ് ചേർത്തിട വേണം പങ്കനാശിനി വൈകാതെ. കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യ പൂർണ്ണേ കാത്തു കൊണ്ടിടുകൻ അംബികേ. കാരുണ്യ പൂർണ്ണേ കാത്തുകൊണ്ടിടുകൻ അംബികേ. കേളിയേറും ചേരാനെല്ലൂരിൽ കേളിയേറും
ചേരാനെല്ലൂരിൽ വാണരുളുന്ന കോമളാങ്കിലോക സുന്ദരി കേളീറും ചേരാനെല്ലൂരിൽ വാണരുളുന്ന കോമളാങ്കിലോക സുന്ദരി വാണരുളുന്ന കോമളാങ്കിലോക സുന്ദരി അന്തികാലം അണയുമ്പോൾ അന്തികെ കാണണോ നിന്റെ കാലം അണയുമ്പോൾ അന്തികെ കാണണം നിന്റെ ചന്തമേറു തിരുമേനി ചന്തമേറും തിരുമേനി ചന്ദ്രബിംബാനി ദേവി കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യ പൂർണ്ണി കാത്തുകൊണ്ടിടുകൻ അമ്പികേ അമ്മേ ബാല്യത്തിലെ സന്യാസിയാകാൻ ആഗ്രഹിച്ച് സന്യാസം സ്വീകരിച്ച ആളാണ് ശങ്കരാചാര്യർ. കനകധാര സ്തോത്രത്തിലൂടെ അദ്ദേഹം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തി സ്വർണ്ണമഴ പെയ്യിച്ചു എന്നാണ് ഐതിഹ്യം. ലക്ഷ്മിയും ശങ്കരാചാര്യരും തമ്മിലുള്ള ഭക്തദേവതാ ബന്ധത്തിൻ്റെ കഥയാകട്ടെ ഇന്നത്തെ കഥയമമയിൽ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈത ചിന്തയുടെ ഉപജ്ഞാതാവായി ഈ ഭൂമിയിൽ ജനിച്ച് ഭാരതത്തിന് മുഴുവൻ അദ്വൈതത്തിൻ്റെ അമൃതം സമ്മാനിച്ച ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കഥയുടെ ആ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്മി തത്വം, ലക്ഷ്മി ആരാണ് എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരാൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ശങ്കര ഭഗവത്പാദർ കാണിച്ച ഒരു ലീലയാണ് ഈ കഥയുടെ പുരാവൃത്തം. ഈ കഥ ഇന്ന് വളരെ തെറ്റായ രീതിയിൽ സമൂഹത്തിൽ മറ്റൊരു വിശേഷവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ആ ധാരണ മാറ്റുക എന്നുള്ളത് കൂടി ഈ കഥയുടെ ഉദ്ദേശ ലക്ഷ്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ കഥ പൂർണ്ണമായും കേട്ട് എന്താണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ ഈ ലീല കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം ഭിക്ഷാടനത്തിനായി നിരവധിയായിട്ടുള്ള വീടുകളിൽ പോകുമായിരുന്നു. ഓരോ ദിവസവും ഓരോ വീടുകളിൽ ചെല്ലുന്ന അദ്ദേഹത്തിന് കഴിയാവുന്ന ഫലങ്ങളും മൂല്യങ്ങളൊക്കെ തന്നുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ സഹായിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള വീടുകളിൽ സഞ്ചരിച്ചിട്ടും പ്രത്യേകിച്ച് ഭിക്ഷയൊന്നും കിട്ടിയില്ല. ഇന്ന് ഒന്നും കിട്ടാതെ മടങ്ങേണ്ടി വരുമല്ലോ എന്ന് കരുതി അദ്ദേഹം അവസാനമായി ഒരു ഗൃഹത്തിലേക്ക് ചെന്നു എന്നാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന, അദ്ദേഹം ആരാണ് എന്ന് യഥാർത്ഥത്തിൽ അറിയാവുന്ന ഒരു വനിത, ഒരു വീട്ടമ്മ താമസിച്ചിരുന്നു. സ്വാമി തൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളി അദ്ദേഹത്തിൻ്റെ ആ പാതാരവിന്ദങ്ങൾ കൊണ്ട് തൻ്റെ ഗൃഹം ധന്യമായി എന്ന് മനസ്സിലാക്കിയ ആ സുഹൃതിയായിട്ടുള്ള അമ്മ സ്വാമിയെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്തു. വളരെയധികം സന്തുഷ്ടനായി സ്വാമി ഭിക്ഷ തരാനായിട്ട് ആ അമ്മയോട് അഭ്യർത്ഥിച്ചു. ആ സമയത്ത് ആ അമ്മയുടെ 2 കണ്ണുകളും നിറയുന്നതായിട്ട് സ്വാമി കണ്ടു. കാരണം പരമദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരു തരി അരിമണി പോലും അവിടെ എടുക്കാനില്ല. ഓരോ ദിവസവും കുട്ടികളെ ചുടുവെള്ളം കുടിപ്പിച്ച് മാത്രം അവരുടെ ജീവൻ നിലനിർത്തുന്ന ഒരു അമ്മയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. എവിടെയെങ്കിലും പോയി യാചിച്ച് കിട്ടുന്ന ഭക്ഷണം പങ്കുകളാക്കി മക്കൾക്ക് നൽകി പട്ടിണി കിടക്കുകയാണ് പാവം എത്രയോ ദിവസങ്ങളായിട്ട്. അപ്പോഴാണ് ശങ്കരാചാര്യർ തന്നെ നേരിട്ട് വന്ന് ഭിക്ഷ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. എങ്ങനെയാണ് സ്വാമിയെ വെറും കൈയോടുകൂടി യാത്രയാക്കുക? അവർ അടുക്കളയിലേക്ക് പോകുന്നു. ഓരോ പാത്രങ്ങളിലും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഒരു ഭരണിയിൽ നിന്ന് മാത്രം അല്പം ഉണങ്ങിയ, അതിൻ്റെ ആ പച്ചരസം മുഴുവൻ നഷ്ടപ്പെട്ടു
എന്ന് പറയാൻ സാധിക്കുന്ന ഒരു നെല്ലിക്ക കിട്ടി എന്നാണ്. കണ്ണീരണിഞ്ഞുകൊണ്ട് ആ നെല്ലിക്ക സ്വാമിയുടെ ആ ഭിക്ഷാപാത്രത്തിലേക്ക് ഈ അമ്മ ഇട്ടു കൊടുക്കുകയാണ്. സ്വാമി, എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാലോ. അതുകൊണ്ട് ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ആ അമ്മ സ്വാമിയുടെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ശങ്കരാചാര്യർക്കാണെങ്കിലും ഈ ഭക്തിയിൽ ആ ഭിക്ഷ തരണമെന്നുള്ള ധർമ്മബോധം ആ സ്ത്രീയിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായതിലൊക്കെ തന്നെ വലിയ സന്തോഷമുണ്ടായി. അവരുടെ അവസ്ഥ കണ്ട് ഒരേ സമയം വിഷമവും അദ്ദേഹത്തിനുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം ഒരു കീർത്തനം ചൊല്ലി എന്നാണ്. ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റണമേ എന്ന് സാക്ഷാൽ ജഗദംബികയുടെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള മഹാലക്ഷ്മിയെ കീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്തോത്രം ചൊല്ലി എന്നാണ്. ആ സ്തോത്രത്തെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്തോത്രമാണ്. അതിൻ്റെ പേര് കനകധാരാ സ്തോത്രം എന്നാണ്. ആ കനകധാരാ സ്തോത്രം ചൊല്ലിയ സമയത്ത് ആ മുറ്റത്തേക്ക് നിരവധിയായിട്ടുള്ള സ്വർണ്ണ നെല്ലിക്കകൾ വന്നു വീണു എന്നാണ്. ആ സ്വർണ്ണ നെല്ലിക്കകൾ വന്ന് വീഴുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ആ പാവപ്പെട്ട വനിത അപ്പോഴും സ്വാമിയെ മാത്രം മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ആ കാൽക്കൽ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് കഥയിൽ പറയുന്നത്. അവരുടെ ദാരിദ്ര്യം സ്വാമി മാറ്റിക്കൊടുത്തു. ഈ ഒരു കഥ മഹാലക്ഷ്മിയെ കീർത്തിച്ചുകൊണ്ട് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള കനകധാരാ സ്തോത്രം നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്. നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഒരു ഉള്ളിലുള്ള ധാരണ ഇത് ചൊല്ലിയാൽ നിരവധിയായിട്ടുള്ള ധനം കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കിട്ടും. അമ്മ അനുഗ്രഹിച്ച് നമുക്ക് വേണ്ട ധനം തരും. ആ ധനം എന്താണ്? അതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം. അത് നാം മനസ്സിലാക്കുന്നത് പോലെ കേവലം നാണയത്തുട്ടുകളോ കറൻസി നോട്ടുകളോ അല്ല, മറിച്ച് നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വിഭവങ്ങൾ തന്ന് മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ഈ കഥയുടെ പുരാവൃത്തം. ഇനി ഈ കഥ എങ്ങനെയാണ് ഇന്ന് അപകടകമായിട്ടുള്ള രീതിയിലേക്ക് മാറിയത്? ശങ്കരാചാര്യർ കനകധാരാ സ്തോത്രം രചിച്ച് ഒരു കുടുംബത്തിന് സ്വർണ്ണ നെല്ലിക്ക വാങ്ങിക്കൊടുത്തു. ഏത് ദിവസം? വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ തൃതീയ ദിവസം, അതായത് അക്ഷയ തൃതീയ ദിവസം. അതായത് അന്നേ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് അക്ഷയ ഫലമുണ്ട് എന്നാണ് ആ ലീല കൊണ്ട് ഭഗവത് പാദർ അർത്ഥമാക്കിയത്. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ്? അന്നേ ദിവസം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും സ്വർണം വാങ്ങിയാൽ ലഭിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ചുമാണ് നാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ജഗദ്ഗുരുവിൻ്റെ സന്ദേശങ്ങളെ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ വഴി തെറ്റിച്ച് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് ഓർത്തു നോക്കൂ. കനകധാരാ സ്തോത്രം ചൊല്ലി ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തി ആ പരമമായിട്ടുള്ള യാത്രയിലേക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരും സമ്പാദിക്കൂ എന്ന് പറഞ്ഞ ഗുരു എവിടെ? കേവലം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാൽ അനന്തകോടി ഫലം കിട്ടും എന്ന് പറയുന്ന ഇന്നത്തെ പരസ്യവാചകങ്ങൾ എവിടെ? ഈ ലക്ഷ്യത്തിലേക്ക്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് വിഭവങ്ങൾ സംഹരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും കനകധാരാ സ്തോത്രം ചൊല്ലണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അത് ധനം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്. ഭഗവാനെ, അങ്ങയിലേക്കുള്ള യാത്രയിലേക്ക് ഞങ്ങളെ സഹായിക്കുന്ന വിഭവങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോടും മഹാലക്ഷ്മിയോടും പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ ഭഗവതി നിങ്ങൾക്ക് ആവശ്യത്തിലധികം അറിവിൻ്റെ സ്വർണ്ണ നെല്ലിക്കകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പഴയ കാലത്ത് ക്ഷേത്രങ്ങളിൽ നിർമ്മാല്യ ദർശനത്തിന് നല്ല തിരക്കായിരുന്നു. കുട്ടികൾ ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് നട തുറക്കുന്നതിന് മുമ്പ് ക്ഷേത്ര നടയിലെത്തും. 4 മണിക്ക് നട തുറക്കും. ഇന്ന് ഇത്തരം നിഷ്ഠകളോടുള്ള താല്പര്യം പുതുതലമുറയിൽ കാണാനില്ല. എങ്കിലും ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാണാം ദീപാരാധന കാഴ്ചകൾ. തിരുവനന്തപുരം പേട്ട വെൺപാലവട്ടം റോഡിൽ ആനേറ കല്ലുമൂട് പ്രദേശം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസ കേന്ദ്രമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുകയാണ്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ വാരാഹി പഞ്ചമി ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ ഇന്ന്
ഭക്തജന സാന്ദ്രമാക്കുന്നത്. രണ്ട് ശ്രീകോവിലുകളിലായി ദുർഗയെയും വാരാഹിയെയും പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധന നടത്തുന്ന ക്ഷേത്രമാണിത്. ദുർഗാക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ ആരാധനാമൂർത്തിയാണ് ദുർഗാദേവി. എന്നാൽ വാരാഹി പൂജ ഭക്തജന സാമാന്യത്തിനിടയിൽ ശക്തമായി പ്രചാരം നേടുന്നത് സമീപകാലത്താണ്. പഞ്ചമി ദേവി ക്ഷേത്രം നിലകൊള്ളുന്നത് 500 വർഷത്തിലേറെ പഴക്കം ഉള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ 2 ദേവിമാർ കുടികൊള്ളുന്നു, ശ്രീ ദുർഗാദേവിയും ശ്രീ വാരാഹി പഞ്ചമിയും. 2 ദേവിമാർക്ക് ഞങ്ങൾ തുല്യമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. അപരാഹ്ന നേരത്തു മിഴി പാർത്തിടും ഭക്ത ഭവദുഃഖമാറ്റും നീ ഭുവനേശ്വരി. കേരളത്തിൽ വിരലിലെണ്ണാവുന്ന വാരാഹി ക്ഷേത്രങ്ങളേയുള്ളൂ. വാരാഹി, പഞ്ചമി, പഞ്ചുരുളി, രാത്രീശ്വരി തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവി സപ്തമാതൃക്കളിൽ 5ാമത്തെ മാതാവായി കണക്കാക്കപ്പെടുന്നു. ലളിതാ ത്രിപുരസുന്ദരിയുടെ ചൈതന്യത്തിനോടൊപ്പം വാരാഹമൂർത്തിയുടെ ശക്തിയും സമന്വയിച്ച് രൂപം കൊണ്ട വാരാഹി ദേവി കാട്ടുപന്നിയുടെ മുഖത്തോടുകൂടിയ ദേവതയാണ്. സപ്തമാതൃക്കളിൽ 5ാമതായ വാരാഹിയും ദുർഗയും, ദുർഗയുടെ സർവ്വസൈന്യാധിപയാണ് വാരാഹി. അങ്ങനെയുള്ള ക്ഷേത്രം ഒരുപക്ഷെ ലോകത്ത് മറ്റെങ്ങുമില്ല. ഇത് തുല്യ പ്രാധാന്യത്തോടെ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവ്വസൈന്യാധിപയും ഉന്മത്ത ഭൈരവന്റെ പത്നിയുമായാണ് ദേവി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ശൈവ, വൈഷ്ണവ, ശാക്തേയ സമ്പ്രദായങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്നു. ബുദ്ധമത വിശ്വാസങ്ങളിലും വജ്രവാരാഹി എന്ന ദേവദാസ സങ്കല്പമുണ്ട്. ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി ദേവി. പ്രധാന പാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. അതിപ്രാചീനതയുടെ ചരിത്രമോ ഐതിഹ്യങ്ങളുടെ പെരുമയോ അല്ല, വിശ്വാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ശക്തമായ അടിത്തറയാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാനുള്ളത്. കാവുകളും തെക്കേതുകളും അവിടുത്തെ മൂർത്തി ചൈതന്യത്താൽ മഹാക്ഷേത്രങ്ങളായി വളർന്നു വന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ തലസ്ഥാന നഗരത്തിൽ. അത്തരത്തിൽ വളർച്ച പ്രാപിക്കുന്ന ക്ഷേത്രമാണ് പഞ്ചമി ക്ഷേത്രം. പഴയകാലത്ത് വാളും പീഠവും വച്ച് ദേവീസങ്കല്പത്തിൽ ആരാധിക്കുകയും ആണ്ടിലൊരിക്കൽ കൊടിതി നടത്തുകയും ചെയ്തിരുന്ന ആരാധനാ സ്ഥാനമാണ് ഇത്. അന്ന് ഇവിടുത്തെ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വലിയ ഉദയാദിച്ചപുരം ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു. ഇന്നും പഞ്ചമി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ ഉദയാദിച്ചപുരത്തപ്പന് വഴിപാട് നടത്തുന്ന ചടങ്ങ് തുടരുന്നു. 1980കളിലാണ് ആദ്യ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അന്നും തെക്കേതെന്ന സമ്പ്രദായം അനുവർത്തിച്ചു തന്നെയായിരുന്നു ചടങ്ങുകൾ. എന്നാൽ ഇവിടെ നിത്യപൂജയ്ക്കുള്ള ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പ്രകാരം പ്രശ്നചിന്ത നടത്തുകയും ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മെയ് 5 ആദ്യ ശ്രീകോവിൽ നിർമ്മിച്ച് ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. ഏതാണ്ട് 2000 ആണ്ടോടെ പഞ്ചമി ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി പഞ്ചമി പൂജകൾ ആരംഭിച്ചു. 2008 നടന്ന ക്ഷേത്ര നവീകരണത്തെ തുടർന്ന് 7 ദിവസത്തെ ഉത്സവം, ആറാട്ട് എന്നീ ചടങ്ങുകൾ നിലവിൽ വന്നു. ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കപ്പെട്ടു. 2018 നടന്ന ദേവപ്രശ്നത്തിൽ ദുർഗാദേവിയുടെ തുല്യ പ്രാധാന്യത്തിൽ തന്നെ പഞ്ചമി ദേവിക്കും ആരാധന വേണമെന്ന് കണ്ടെത്തുകയും അതിൻ പ്രകാരം ദുർഗാക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ പണിഞ്ഞ് പഞ്ചമി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2021 ജനുവരിയിലായിരുന്നു പഞ്ചമി പ്രതിഷ്ഠ. ആറ് കൈകളുള്ള പഞ്ചമി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദുർഗ,
പഞ്ചമി എന്നീ ദേവതമാർ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ക്ഷേത്രം വികാസത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിച്ചു. ദുർഗാ സന്നിധിയിൽ നവദീപവും വാരാഹി സന്നിധിയിൽ വാരാഹി ദീപം സമർപ്പിക്കുക എന്നതാണ് പ്രധാന വഴിപാടുകൾ. താലത്തിലെ അരിയിൽ ഉടച്ചുവച്ച നാളികേര മുറികളിൽ നെയ്യൊഴിച്ച് പഞ്ചനാളങ്ങൾ തെളിയിക്കുന്നതാണ് വാരാഹി വിളക്ക്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായകമാകുന്ന നേർച്ചകളാണിവ. നമ്മുടെ നവദോഷങ്ങൾ മാറുന്നതിനായിട്ട് നവദീപവും കാര്യസാധ്യതയ്ക്ക് വേണ്ടി പഞ്ചമി ദീപവും ചെയ്യുന്നു. മനുഷ്യരുടെ നവദോഷങ്ങൾ മാറ്റാൻ ദുർഗാദേവിയെ വലം വെച്ച് വന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമസ്താപരാധം പറഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ ഓരോ വിളക്കായിട്ട് ഇറക്കി വെച്ച് സമസ്താപരാധം പറഞ്ഞ് വിളക്ക് കത്തിക്കുക. അത് കഴിഞ്ഞ് പഞ്ചമി ദീപം അത് തേങ്ങയിൽ നെയ്യൊഴിച്ച് 5 വീതം തിരികളിട്ട് തട്ടത്തിൽ അരി വെച്ച് നീരാഞ്ജനം പോലെ വന്ന് ഭഗവതിക്ക് വേണ്ടി കത്തിച്ച് നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രദക്ഷിണം വന്ന് അകത്ത് കയറി 3 ആരതി കാണിച്ച് അത് നമ്മൾ തട്ടത്തോടെ വെക്കുക. എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം. അത് 12 തവണ ചെയ്യണം. അതാണ് അതിൻ്റെ കണക്ക്. പ്രധാന ക്ഷേത്രങ്ങളോടൊപ്പം കാണുന്ന ഗണപതിയാണ് പ്രധാന ഉപദേവത. അതിനു പുറത്തായി ശാസ്താവ്, നാഗദൈവങ്ങൾ, വനദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുമുണ്ട്. പൗർണമി, അമാവാസി, പഞ്ചമി ദിനങ്ങളാണ് ഇവിടെ പ്രധാനം. മകരത്തിലെ അശ്വതി നാളിൽ ആറാട്ട് വരുന്ന വിധം 7 ദിവസത്തെ അശ്വതി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഏതാണ്ട് അതേ പ്രാധാന്യത്തോടെ തന്നെ നവരാത്രി ഉത്സവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. വരാഹി എന്ന പൃഥ്വിദേവതയാണ്, ഭൂമിയുടെ ദേവതയാണ്. അപ്പം കിഴങ്ങ് വർഗ്ഗങ്ങൾ വരാഹിക്ക് സമർപ്പിക്കാം. മാതളം, നാരങ്ങ, കരിക്ക് ഉൾപ്പെടെ ഒരു തട്ടത്തിൽ നിവേദിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുർഗയ്ക്ക് സാധാരണ രീതിയിലുള്ള പായസം അതുപോലുള്ള വഴിപാടുകളാണ് ഇവിടെ നടന്നു വരുന്നത്. കുഞ്ചമനോഹര പാദചലന്മണി നൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദി സുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ. ശാന്തഭാവത്തോടെ ദുർഗയും രൗദ്രഭാവത്തോടെ വാരാഹിയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ദേവതമാരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഭക്തരുടെ അനുഭവ കഥകൾ ഈ സന്നിധിയിലെ ഭക്തജന തിരക്ക് അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സർവ ഐശ്വര്യദായിനിമാരായ ഈ അമ്മമാർക്ക് മുന്നിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം. മരുഭൂമിയിലോ കാട്ടിലോ വിജന പ്രദേശത്തോ ഒറ്റപ്പെട്ടു പോകുമ്പോൾ സമ്പത്തും പ്രതാപവും എല്ലാം നിഷ്ഫലമാകുന്നു. അവിടെ നമുക്കാവശ്യം ഭക്ഷണവും ജലവും സൗഹൃദവുമാണ്. പണം കൊണ്ട് സ്നേഹമോ ആയുസ്സോ വാങ്ങിക്കാൻ സാധിക്കില്ല. അമിതമായി പണത്തെ വിശ്വസിക്കാതിരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.